ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എന്റെ ഇന്നത്തെ ആഗമന ഉദ്ദേശം എന്താന്നുള്ളത് തമ്മിലെ വ്യക്തമാണ്. അതെ ഗൈസ്, എന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ എന്റെ ട്രാൻസ്ഫോർമേഷൻ ജേണി കാണാത്തവരാണെങ്കിൽ ഞാൻ ഓൾറെഡി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു വീഡിയോ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടേ. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹാബിറ്റ്സിനോ ടിപ്സിനോ എന്ത് വേണമെങ്കിലും പറയാം. ആ ഒരു റിയൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി തന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ച്. എന്തായാലും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പൈസ ചെലവോ അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളല്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് നമ്മൾ അവോയ്ഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ റിയൽ സ്കിറ്റോടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. എന്റെ ഒരു ജേണി എന്ന് പറയുന്നത് 2 വീക്സ് കൊണ്ടോ 2 മന്ത്സ് കൊണ്ടോ ഉണ്ടായതല്ല. ഓൾറെഡി ഞാനൊരു ഫെയർ സ്കിൻ ടോൺ ആയിരുന്നു. ഞാൻ ചെയ്തു കൂട്ടിയ കുറച്ച് മിസ്റ്റേക്സ് കാരണം ഞാൻ നല്ല രീതിയിൽ ടാൻ ആവുകയും പിഗ്മെന്റഡ് ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ജസ്റ്റ് ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ അങ്ങനെയൊക്കെ വെച്ച് അത് അതേമാതിരി കണ്ടിന്യൂ ചെയ്ത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോ ഞാൻ അധികം ലാക്കാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, സെൽഫ് ലവ്. നമ്മൾ എങ്ങനെയാണോ അതിൽ നമ്മൾ 100% കോൺഫിഡന്റ് ആയിരിക്കാം. നമ്മൾ വേറെ ഒരാളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാനേ പാടില്ല. അവൾ ഇത്രയും ലുക്ക് ഉണ്ട്, അവൾ ഇത്രയും ഫെയർ ആണ്, അവൾക്ക് ഇത്രയും നല്ല മുടിയുണ്ട്, അവളുടെ മുടി കേളിയാണ്, അവളുടെ മുടി സ്ട്രെയിറ്റ് ആണ്, അവളുടെ കണ്ണ് സൂപ്പറാണ്, അവളുടെ സൂപ്പറാണ്, അങ്ങനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ എങ്ങനെയാണോ അതിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കുക. ആ ഒരു കോൺഫിഡൻസ് തരുന്ന ആ ഒരു ഇന്നർ ഗ്ലോ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും എത്ര കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താലും നിങ്ങൾക്ക് കിട്ടാനേ പോകുന്നില്ല. അപ്പൊ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കുക. ആ ലുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടി കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരാളെ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പൊ ഫസ്റ്റ് നിങ്ങളെ ലുക്ക് എന്താണോ അതിൽ നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് കോൺഫിഡന്റ് ആയിരിക്കും. ഹൈഡ്രേഷൻ, നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എപ്പോഴും. അത് നമ്മുടെ സ്കിന്നിനായിക്കഴിഞ്ഞാലും ഹെയറിനായിക്കഴിഞ്ഞാലും ബോഡിക്കായിക്കഴിഞ്ഞാലും എല്ലാം കൊണ്ട് നല്ലതാണ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നത്. നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കുമ്പോൾ ഡൾനെസ്, പിഗ്മെന്റേഷൻ, ഫൈൻ ലൈൻസ് ഇതൊക്കെ റെഡ്യൂസ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പം എല്ലാവരും പറയും നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ടാണ് വാട്ടർ ഇൻടേക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഒരു ഡേയില് ഒരു 2.5 to 3 ലിറ്റർ അങ്ങനെയുള്ള രീതിയിൽ വെള്ളം കുടിക്കുക. എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. ഇപ്പൊ നിങ്ങളുടെ സ്കിന്ന് വളരെ ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. ഏജിങ്ങിന്റെ സൈഡ് കുറയാനും നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഗ്ലോ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കുക, നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. നെക്സ്റ്റ്, നല്ല ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നിങ്ങൾ ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കുന്നത് മാക്സിമം കുറക്കുക. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി കുറക്കണം എന്നുള്ളതല്ല. അതിപ്പോ എനക്കായാലും പറ്റില്ല കംപ്ലീറ്റ് ആയിട്ട് കുറക്കാൻ വേണ്ടി. നമുക്ക് എല്ലാവർക്കും ക്രേവിങ്സ് എന്തായാലും വരും. അപ്പോ ജസ്റ്റ് 1 മന്തിൽ 2 ടൈമൊക്കെ ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന മാത്രം നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അത് നിങ്ങളുടെ സ്കിന്നിന് നല്ലതായിരിക്കും. ജങ്ക് ഫുഡ്സിന്റെ യൂസേജ് ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഡയറ്റിലേക്ക് നിങ്ങൾക്ക് പ്രോട്ടീൻ റിച്ച്, വിറ്റമിൻ റിച്ച് ആയിട്ടുള്ള വെജീസ്, ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നതാണ്. പ്രോപ്പറായിട്ട് ഒരു ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജീസ് അങ്ങനെയൊന്നും വേണമെന്നില്ല. അവക്കാഡോസ്, ബെറീസ് അങ്ങനെയൊന്നും വേണമെന്നില്ല. ചീര, നെല്ലിക്ക, പപ്പായ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതും ഗ്ലോബിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാം. അതിന് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും വേണമെന്നില്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന്, നിങ്ങളുടെ സ്കിൻ കൺസേണിന് സ്യൂട്ട് ആവുന്ന മാതിരിയുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാം. ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഫോളോ ചെയ്യാം. നിങ്ങൾ ഫോളോ ചെയ്യുന്ന സ്കിൻ കെയറിൽ 10 സ്റ്റെപ്പ് സ്കിൻ കെയർ റൂട്ടീൻ ഒന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം, ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ടോണർ സ്കിപ്പ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ടോണർ യൂസ് ചെയ്യണമെന്നാലും ടോണർ യൂസ് ചെയ്യാം. പിന്നെ ഒരു സൺസ്ക്രീൻ, ഇത് മാത്രം മതി. അതിപ്പോ നിങ്ങൾ രാവിലെയാണ് സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ടോണർ അപ്ലൈ ചെയ്യാം, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു SPF പ്രൊട്ടക്ഷനിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇപ്പൊ നൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സൺസ്ക്രീൻ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ട്രെൻഡിങ് ആയിട്ട് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് ചിലപ്പോൾ അവർക്ക് ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഓക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആവണമെന്നില്ല. നിങ്ങളുടെ സ്കിൻ കൺസേൺ, നിങ്ങളുടെ സ്കിൻ ടൈപ്പും നിങ്ങളുടെ ഫ്രണ്ടിന്റെ മാതിരിയല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണോ, നിങ്ങളുടെ സ്കിൻ കൺസേൺ എന്താണോ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്, അത് ഓക്കെ ആണെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഓരോരോ വീഡിയോസ് കണ്ടിട്ട് അതിനനുസരിച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ച് അത് ട്രൈ ചെയ്ത് ഉള്ള പ്രശ്നം കൂട്ടുക എന്നല്ലാണ്ട് അതൊരിക്കലും കുറയ്ക്കുകയോ ചെയ്യില്ല. അപ്പൊ ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതിലെ സ്റ്റിക്ക് ചെയ്യാം. നെക്സ്റ്റ് സപ്ലിമെന്റ്സ്.
അതായത് നമ്മളെ ഗേൾസിനാണെങ്കിൽ എന്തായാലും ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ നിങ്ങളെ ട്രീറ്റ് ചെയ്യാണ്ട് ഒരു നല്ല ഡോക്ടറെ കണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയർ ഫോളും അതേമാതിരി ഭയങ്കര പെയിലായതൊക്കെ അതൊക്കെ മാറാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളെ ട്രീറ്റ് ചെയ്യാണ്ട് ബെറ്റർ ആയിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് കറക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും പൗട്ടിമി ചെക്ക് ചെയ്യുന്നതും പായൽ ചെക്ക് ചെയ്യുന്നതും ഒക്കെ നല്ലതായിരിക്കും. അപ്പം കറക്റ്റ് ആയിട്ട് സപ്ലിമെന്റ്സ് ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ സപ്ലിമെന്റ്സ് എടുക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഹെൽത്തി വെയിറ്റ് ഗെയിൻ ഓർ വെയിറ്റ് ലോസ്. ഇപ്പൊ നിങ്ങൾ ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മാനറിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾ ഭയങ്കരമായിട്ട് തടിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്, നല്ല ഹെൽത്തി ഡയറ്റ് ഒക്കെ വെച്ചിട്ട് വണ്ണം കുറയ്ക്കാവുന്നതാണ്. വണ്ണം കുറഞ്ഞവര് വണ്ണം കൂടുമ്പോണ്ടാവുന്നവരുണ്ടോ, വട്ടം കൂടി അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആവുന്നവരും അത് രണ്ടും രണ്ട് തരത്തിൽ ഒരു എന്താ പറയാ ഗ്രോ ആണ്. ഞാനിപ്പോ വണ്ണം കുറച്ചാണെങ്കിൽ ഞാൻ ഒരു വട്ടം വെക്കുമ്പോൾ എന്റെ ഫേസിലായിട്ടെങ്കിൽ ബോഡിയിലായിട്ടെങ്കിൽ ആ ഒരു നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ ലോസ് ചെയ്യുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിനും ലോസും ചെയ്യും. നെക്സ്റ്റ് വൺ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ്. ഒരു 8 hours സ്ലീപ്പ് മിനിമം എന്തായാലും നിങ്ങൾക്ക് വേണം. ലേറ്റ് ആയിട്ട് ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തിട്ടോ യൂട്യൂബ് കണ്ടിട്ടോ ഒക്കെ ഇടയ്ക്കും എന്താ പറയാ ഡാർക്ക് സർക്കിൾസും വെള്ളസും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും സ്ലീപ്പ് പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂ എന്തായാലും പുറത്തേക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ ഭയങ്കര ഡെഡിലായതുകൊണ്ട് പിന്നെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാലുള്ള കാര്യം അറിയാനും അവിടെ ഫേസ് നോക്കാനേ തോന്നില്ല. ഒട്ടും ഹൈഡ്രേഷൻ ഇല്ലാതെ ഒരുമാതിരി സ്ലീപ്പ് പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ നല്ല സ്ലീപ്പ് അപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. 8 hours മിനിമം എത്താനും നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഭയങ്കര മാരകമായിട്ട് സ്റ്റൈൽ വേണമെന്നില്ല. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവും. അത് കുറച്ചും കൂടെ ഒന്ന് എലിവേറ്റ് ചെയ്യുക, കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ ഹെയർ അതെനിക്ക് ഇഷ്ടമല്ലായത് അത് ഞാൻ എന്താ സ്മൂത്തൻ ചെയ്ത് നാനോപ്ലാസ്റ്റ് ചെയ്ത് അതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് നിങ്ങൾക്ക് എന്താ ഹെയർ കട്ടിലേക്ക് കൂടി ഹെയർ കളർ ചെയ്യുന്നതിനെ കൂടി ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെ കൂടി ഹെയറിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് പെട്ടെന്ന് കൊണ്ടുവരുമ്പോൾ അധികം കംപ്ലീറ്റ് എൻഹാൻസ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഡ്രസ്സ് സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എന്താ സ്റ്റൈലിംഗിൽ വേരിയേഷൻസ് വരുത്തുമ്പോൾ ആള് കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന മാതിരി ഫീൽ ആകും. അപ്പൊ നിങ്ങളേതായ സ്റ്റൈലിൽ മാറ്റി വെച്ചിട്ട് ഒരു വെറൈറ്റി സ്റ്റൈൽ ചേഞ്ച് ഒരു വെറൈറ്റി സ്റ്റൈലിലേക്ക് കൊണ്ടുപോകുക. അതിപ്പോ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റൈലൊന്നും മാറ്റി പിടിക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ നടത്താൻ പോരാ, കുറച്ചൊന്ന് മോഡേൺ ലേക്ക് നടക്കണം. മോഡലിലേക്ക് നടത്താൻ കുറെ ആയാലും മോഡലിലേക്ക് നടക്കണം, കുറച്ച് ട്രഡീഷണൽ ആയിട്ട് നടക്കണം. അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ആ ലുക്സിൽ നമുക്ക് കുറച്ച് വേരിയേഷൻസ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന പോലെ കോംപ്രമൈസ്. ഇപ്പൊ എല്ലാരും പറയും കോംപ്രമൈസ് ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. പക്ഷെ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് എല്ലാം പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കുറെ കാര്യങ്ങൾ കസ്തൂരി മഞ്ഞൾ, ചന്ദൻ, രക്തചന്ദനം, പിന്നെ ഈ കോണ്ടക്കലിന്റെ നാൽപ്പാമരാതി തൈലം, കുറുവാതി തൈലം ഇതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാവും കോംപ്രമൈസ് ട്രൈ ചെയ്യുന്നതാണ്. കൺസിഡന്റ് ആയിട്ട് കോംപ്രമൈസ് ട്രൈ ചെയ്തിട്ട് എന്തായാലും നിങ്ങൾക്ക് നല്ല ബെറ്റർ ആയിട്ട് റിസൾട്ട് ഉണ്ടാവും. അതൊക്കെ എന്റെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായിട്ടാണ് കോംപ്രമൈസ് കൺസിഡർ ട്രൈ ചെയ്യുന്നതും എന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആകുന്നതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് വന്നിട്ട് സൺ പ്രൊട്ടക്ഷൻ. ഞാനും പണ്ട് എന്താ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനനുസരിച്ച് എന്റെ ഫേസ് കാണാനും ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ടാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ജസ്റ്റ് ഒരു 1 month നിങ്ങൾ സൺസ്ക്രീൻ കറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എന്തായാലും കാണാൻ വേണ്ടി പറ്റും. 50+ സൺസ്ക്രീൻ നിങ്ങൾ എന്തായാലും നിങ്ങൾ സ്കിൻ കെയർ ഡെയിലി യൂസ് ചെയ്യാം. നല്ല രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഫേസ് ഭാഗത്തില്ല ഇപ്പൊ മാർക്കറ്റിൽ കുറെ സൺസ്ക്രീൻ സ്പ്രേ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ബോഡി സ്പ്രേ നിങ്ങൾ ബോഡിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. പിന്നെ 3 hours കൂടുമ്പോൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണമെന്നാണ്. അത് ശരിക്കും എന്തായാലും നിങ്ങൾ റീഅപ്ലൈ ചെയ്യാൻ വേണം, അല്ലെങ്കിൽ 3 hours കഴിഞ്ഞാൽ ആദ്യം ഗുണം കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ പിന്നെ ഈ ലോഷൻ മാതിരിയുള്ള ക്രീം മാതിരിയുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ തനിക്ക് അങ്ങനെയുള്ളവരൊക്കെ സ്പ്രേ ടൈപ്പ് സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. അത് സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് സ്കിൻ കെയർ റൂട്ടീനിൽ കൊണ്ടുവരുന്നതാണ്. 90% ചേഞ്ച് കൊണ്ടുവരാൻ സൺസ്ക്രീൻ പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നതാണ്. നിങ്ങൾ
ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു 30 സ്റ്റെപ്പും ചെയ്തിട്ട് പ്രോപ്പറായി ചെയ്തിട്ട് സൺസ്ക്രീൻ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് കട്ടർ വേസ്റ്റ് ആകും. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ നിങ്ങളെ ഉള്ളിൽ യൂസ് ചെയ്യാം. 2 വീക്സ് 2 മന്ത്സ് 2 ഇയേഴ്സ് എന്നല്ല, പ്രോപ്പറായിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ചേഞ്ച് നിങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഒരു ദിവസം ചെയ്ത് 2 ദിവസം ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള വേറെ കാര്യമില്ല. കൺസിസ്റ്റന്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മാറ്റം ഉണ്ടാകും. ഞാനായിരിക്കും ഇതെല്ലാ കാര്യങ്ങളും എല്ലാ ഡേയും ഫോളോ ചെയ്യുന്നല്ല, ഇടയ്ക്ക് ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ കുറച്ചു കാലം ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരും. പിന്നെ അത് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യും. അപ്പൊ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യുക, എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും. അപ്പൊ എന്റെ ചാനൽ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ